കുഞ്ഞാപ്പോ എന്താ കാട്ടണ്? ഞാന് മാങ്ങ വെക്കാൻ വന്നാടാ, ഒരു മാങ്ങ കിട്ടി. ഇവിടെ കുഞ്ഞാപ്പോ അൻ്റോടെ എത്ര തോന്നെ മാങ്ങ ഉണ്ടായിട്ട് ഇവിടെ മറ്റേ വീർക്കണ്? ഇന്റെ അടുത്ത് മാങ്ങ കഴിഞ്ഞടാ. നല്ല മാങ്ങ ഉണ്ട് ട്ടാ. അപ്പൊ പറഞ്ഞു വെറുതെ ഇരിക്കണ്ടടാ, എന്തേലും പണി നോക്കിക്കോന്ന്. ഞാൻ എന്ത് പണി വെക്കാനാണ്? നല്ല മണം ഉണ്ടാ? ആ ചളിയിൽ വീണ മാങ്ങല്ലേ? അല്ലല്ല, നല്ല മണമുള്ള മാങ്ങയാണ്. അല്ല മാങ്ങ വെക്കാനായിട്ട് വന്നാ? മാങ്ങ വെക്കാനായിട്ട് തന്നെയാണ്. പെരുന്നാളൊക്കെ അല്ലേ, ഡ്രസ് എടുത്താ? പെരുന്നാറേസ് എന്നോട് പറയാം, ഒന്നും പറയണ്ട. ഇമ്മാക്കാണെങ്കിൽ പാടെ പണിയില്ല. ഇമ്മാക്ക് വെച്ചാടാ പഴയ മാതിരിയല്ല. ഇമ്മാക്ക് കണ്ണിന്റെ പ്രശ്നമില്ലേ? ഇമ്മാക്ക് കണ്ണ് പഴയ മാതിരി കാണില്ലടാ. ഇമ്മാടെ ഇമ്മ കണ്ണാട ചൂടമാക്കില്ലേ? കണ്ണ് കാണില്ലാന്നോ? അപ്പൊ ഇന്നാള് ഞാൻ കൂടെ വരുന്ന കണ്ടു പറഞ്ഞ് ഇമ്മാന് കണ്ണ് കാണാനില്ല. അപ്പൊ പിന്നെ അതിന്റെ ഉമ്മക്ക് തലവേദന ഉണ്ടായി. അതിന്റെ ശേഷം ഉമ്മ എന്താണ് പെരുന്നാളായിട്ട് പണിക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ പോയി അമ്മായിന്റെ കൂടെ പോയി നോക്കിക്കോ, പിന്നിലാണ് പോയിക്കോ. അമ്മായി എന്ത് തിരിയാന്ന് മേടിച്ചു, എനിക്ക് കുപ്പായ എടുക്കാലോ. എന്നിട്ട് പോയാ? ഞാൻ പറഞ്ഞ് അമ്മായിന്റെ കൂടെ പോയി. അമ്മായിന്റെ കൂടെ പോയിട്ട് ഞാൻ അങ്ങനെ തട്ടിമുട്ടി നിന്ന്. അപ്പൊ ഓരൊക്കെ പോയിട്ട് കുപ്പായൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടാ. പെരുന്നാ കുപ്പായാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മായി ചോദിച്ചു, കുഞ്ഞാപ്പൂന് കുപ്പായം നിർത്തില്ലടാ, പെരുന്നാ കുപ്പായം നിർത്തില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മായിയെ ഉമ്മാക്ക് വെച്ചെന്നു. അപ്പൊ ഇമ്മാനത് കായ്ച്ചിട്ട് കായൊന്നുമില്ല. ഇമ്മ എന്നോട് പറഞ്ഞു അമ്മായിൻ്റെ അടുത്ത് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. ഇമ്മ പറഞ്ഞിരിക്കുന്നു ആദ്യം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞടാ. അപ്പൊ അമ്മായി അറിയള അപ്പോ ഇവിടുത്തെ സ്ഥിതി പറയാ, മാമനക്കാണെങ്കിൽ പഴയ മാതിരി പണിയൊന്നുമില്ല. ഞങ്ങളതിന് ചെക്കന്മാർക്ക് പിന്നെ എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടിച്ചു മോനെ. എന്നോട് അമ്മായിന്റെ അസർപ്പ് പറയാ, അസർപ്പിന് 2-3 കൂട്ട് ഡ്രസ് എടുത്തിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മായി എന്നിട്ട് എന്താണ് അമ്മായി എന്നിട്ട് ഓരോരോരാളാ എന്നെ കണ്ടപ്പോ എടാ അത് നീ കാണിച്ചു കൊടുക്കുന്നു മാടാണ്ട് കൊണ്ടുവച്ചാളേന്ന്. തുണി കൊണ്ടുവച്ചിട്ടാ. അങ്ങനെ ഭയങ്കര വിഷമായി. അപ്പൊ അമ്മായി എന്നോട് ഈ കുപ്പായ നോക്ക്, ഇതില്ലേ ഇത് അസർപ്പിട്ടേന്ന്. അസർപ്പ് നന്നാണ്. അമ്മായി അത് പുതിയതാണ്. അസർപ്പിന് കളർ ഇഷ്ടായിട്ടില്ല. ഞാൻ കൊടുത്തോ പെരുന്നാക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ ഇമ്മ അതിന് ചീത്ത അറിഞ്ഞു. എന്തിനാണ് അതൊക്കെ മേടിച്ചു വന്നത്? ഇതല്ലാണ്ട് മനുഷ്യന്മാര് വാങ്ങും. ഞാൻ മതിമ നല്ല പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, പൂവൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ഇഷ്ടായി. ഒക്കെ പുതിയ ഞാൻ മേടിച്ചു വന്ന്. അത് ഉമ്മാക്ക് ഭയങ്കര വിഷമം. ഇപ്പുള്ള കാലത്താണെങ്കിൽ ആരും ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഉമ്മാക്ക് വെച്ചാത്ത കാരണമല്ലേ പിന്നെ കുഞ്ഞാപ്പൂന് പുതിയ കുപ്പായ എടുക്കാൻ പറ്റാഞ്ഞീന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര വിഷമം. എന്താ കാട്ടണ്? ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്. കാല് കടഞ്ഞിട്ടില്ല, കൈ കടഞ്ഞിട്ടില്ല. ഡോക്ടറെ കാണിച്ചു ഇമ്മ എന്നോട് പറയണേ. ഇമ്മ കൊറേ ഡോക്ടറെ ഗുളിക കൊണ്ടുവന്നേക്കും. ഉമ്മ ഗുളിക കുടിക്കൂല. ഗുളിക കുടിച്ചാലേ അസുഖം മാറല്ലേ? ഗുളിക കുടിക്കാതെ അമ്മ തീരെ ഗുളിക കുടിക്കൂല. അതൊക്കെ പോട്ടെ, എന്ത് തിന്നു വയറൊക്കെ ചാടിക്കണല്ലോ. നല്ല ചോറ് കഴിച്ചിരിക്കണ്. അത് വിടാതെ തിന്നുണ്ടല്ലേ? വയറ് നട്ട് ചോറ് കഴിച്ച്. നല്ല മണുണ്ട്, മീന്റെ മണാണ്. മീനൊക്കെ നല്ല വില എത്രേ. മീനൊക്കെ ചെരുമ്പോ വെച്ച് തേച്ചിട്ടാണ് മണക്കണത്. ചൂടാന്നല്ലൊരു മീനെ കൊടുന്നു. അത് തിന്ന് അമ്മ പൊരിച്ചെന്ന് അത് തിന്ന് കയറ് കൂട്ടാൻ വെച്ച്. അല്ല മൂത്താപ്പാന്റെ വല്ല വരുണ്ടാ? മൂത്താപ്പാടൊക്കെ ഞങ്ങൾ ഇനി പെരുന്നാളായിട്ട് പോകാന്ന് പറഞ്ഞു. മൂത്താപ്പനക്ക് ഡ്രസ്സൊക്കെ എടുത്തു തരോ? മൂത്താപ്പ പാവാണ്, ലൈസ് അങ്ങനെയൊക്കെ കായ. മൂത്തമ്മയും പാവട്ടാ. അതൊക്കെ അമ്മായും പാവാണ്. അമ്മായിന്റെ അടുത്ത് കായ് ഇല്ലായിട്ടാവൂലേ? ഇതിപ്പോ ഇജ്ജ് ചെല്ലുമ്പോ എടുത്തരോ ഓലടുത്ത് വേണ്ടേ? അതാവൂലേ? നമ്മളൊരാളെ ആശ്രയിക്കുമ്പോ അയാൾ തിണ്ടെങ്കിലല്ലേ തരുള്ളൂല്ലേ? ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ച് നമുക്ക് പോവാൻ. ചിലവരുണ്ടെങ്കിലും തരൂല, ചിലവരില്ലെങ്കിൽ ഇല്ലായിട്ടാണ് തരാത്തത്. ഞാനും ഉമ്മയും കൂടി നാളെ കല്യാണത്തിന് പോയി ഞങ്ങളെ കുടുംബത്തിട്ടാ. ഞങ്ങളെ അമ്മാന്റെ മക്കളും മുത്തമ്മാന്റെ മക്കളും എളിമാന്റെ മക്കളും ഒക്കെ കണ്ടിട്ടു. എല്ലാരും ഇങ്ങനത്തെ സെൽഫിയാന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോ ചെക്കന്മാര് അറിയാനോട് ഇങ്ങോട്ട് മാറി കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. എന്നിട്ട് എന്താണ് അമ്മായിന്റെ മോളെ അറിയാ, ചക്കനൊക്കെ വരാൻ കണ്ട സമയം ആ ചക്കനൊന്നും കടാട് മാറ്റിക്കാളെ. അപ്പൊ ആരാ ചോദിച്ചു ഇത് ആരാണ് നിങ്ങളേന്ന്. അപ്പൊ ആ പെണ്ണി അറിയാ, അമ്മായിന്റെ മോളെ അറിയാ, അത് ഞങ്ങളൊരു വകയിലൊരു ബന്ധമായി വരും. പണിക്കാരെന്ന് പറയാത്ത ഭാഗ്യം. വകയിലൊരു ബന്ധമായി ബന്ധു പറഞ്ഞല്ലോ. അപ്പൊ ചോദിച്ചു പൊട്ടനാണല്ലേ അങ്ങനെ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടനൊന്നല്ല, ഇജ്ജനടി പൊട്ടനെ ഞാൻ അല്ലാണ്ട് ചീത്ത പറഞ്ഞു. അപ്പൊ ഒരു ഞങ്ങൾക്ക് മനസ്സിലായി പൊട്ടനല്ല എന്നുള്ളത്. അങ്ങോട്ട് പോന്നു. ഞാനെന്തായാലും ഉമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മ നല്ല ചീത്ത അറിയും. ഉമ്മ കേട്ടിട്ടില്ല, ഞാൻ ഉമ്മയോട് പറഞ്ഞില്ല.
കാരണം ബിരിയാണി തിന്നാതെ അമ്മ പോന്നാലോചിച്ചിട്ട് ആ പറഞ്ഞില്ല. അത് കാട്ടെ അമ്മ ബിരിയാണി തിന്നാ പോവില്ല, ഇജും പോവില്ല, പിന്നെന്താ കട്ടി വെച്ചിട്ട്. അല്ല ചിലപ്പോ അമ്മക്ക് ഒരു വിഷമായാലോ. ആ അങ്ങനെ. ആ അപ്പൊ ഞങ്ങള് ബിരിയാണി ഒക്കെ തിന്നിട്ട് പോകുന്നു. അപ്പൊ അത് പിന്നെ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ആ എന്നാ ഇജ്ജ് പോയിക്കോ. ഇജിപ്പോ ഒരു മാങ്ങ കൈ പിടിച്ച് എന്ന് വീണാണാവോ? നല്ല മണണ്ടാടാ. ഇജ്ജുണ്ടോ? ഞാൻ അതാ ഇവിടെ നായ്ക്കാട്ടുണ്ട്, അതില് വീണിട്ടാണോ നോക്ക്. ഞാൻ കഴുകി തിന്നോണ്ട് കഴുകിട്ട് തിന്നു. അല്ല പറഞ്ഞാണ്, അതാണ് ആ മണം. എന്നാ ഞാൻ പോട്ടെടാ. എന്നാ ഇജ്ജ് പോവോ? ഞാൻ ഇതുവരെ ഒന്ന് പോണം. ഇന്ന് മഴ ഇല്ലാതെ വെയിലുള്ള കാരണേ. മഴ വെയിലൊക്കെ കണക്കന്നെ. എല്ലാം ഇനി എപ്പോഴാ കാണുക? പെരുന്നാക്ക് ഞാൻ വരണ്ട്. പെരുന്നാക്ക് ഇതിന്റെ അടുക്ക് വരുവോ? എന്നാ പെരുന്നാക്ക് വരണ്ട്. നമുക്ക് എവിടെക്കെങ്കിലും പോണാ? പെരുന്നാളായിട്ട് എവിടെക്കെങ്കിലും പോണാ? ഞാൻ എവിടക്കില്ല. എന്നാലും ചോദിക്കട്ടോ, എവിടേക്കെങ്കിലും നമുക്ക് ടൂർ പോയാലോ? ഉമ്മാട് ചോദിച്ചോക്കണോ? ഉമ്മാട് ചോദിച്ചോക്കണോ? എവിടക്കാ പോണ്ടേ? എവിടേക്കാ പോവാ? ജനക്കൊരു വണ്ടി മേടിക്കാൻ പറ്റുമോ? സൈക്കിൾ മേടിക്കാ. ആ സൈക്കിൾ ഓടിച്ചാ മതി. ആയിക്കോട്ടെ, നമുക്ക് എന്നാ സൈക്കിൾ പോവാം. ഞാൻ പറയാം.